BJP അധികാരത്തിലേക്ക് എത്തിയാൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്നൊരു മുനയുള്ള ചോദ്യവുമായി കെജ്രിവാൾ രംഗത്ത് വന്നു. ഇപ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള വിഷയങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത്തരം ഒരു വിഷയം എടുത്തിട്ടതാണോ, അതോ BJPക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാനൊന്ന് കുളം കലക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ചൂണ്ടെറിഞ്ഞതാണോ? എന്തായിരിക്കും സംഭവിച്ചത്? അദ്ദേഹം കുറേ ദിവസമായിട്ട് ജയിലിലായിരുന്നല്ലോ കേജ്രിവാൾ. അതെ. അപ്പോൾ ജയിലിലിരുന്ന് ധാരാളം ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തടയപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഭയങ്കര ഫൈറ്റാണ്. അതെ. ആ മേടിയിൽ ഏതായാലും കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല. UP-യിൽ തന്നെ കോൺഗ്രസിന് കഴിഞ്ഞവണ ഒരു സീറ്റേ കിട്ടുള്ളൂ, സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിൽ. ഇത്തവണ അവിടെയും പ്രയാസമായിരിക്കും. കോൺഗ്രസ് ഒന്നും അവിടെ കാര്യമായിട്ട് ഉത്തർപ്രദേശിലില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ പ്രചാരണ രംഗത്ത് സജീവമല്ലാത്ത ഒരു ഘട്ടത്തിൽ ഞാൻ പ്രചാരണ രംഗത്തെ താരമായേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേജ്രിവാൾ. ഒരുപാട് ആലോചിച്ചിട്ട് കിട്ടിയൊരു കാര്യമാണിത്. അത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പത്രമോ പുസ്തകമോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോയിന്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ BJP-യിൽ പൊതുവെ 75 വയസ്സ് എന്ന് പറഞ്ഞ് മോദി വന്ന ശേഷം പല ആളുകളും ആ സമയത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ അദ്വാനി, സുമിത്ര മഹാജൻ, മുരളി മനോഹർ ജോഷി, അങ്ങനെ പല ആളുകളും 75 വയസ്സായപ്പോൾ പോയിട്ടുണ്ട്. മോദിക്കാണെങ്കിൽ അടുത്ത കൊല്ലാവുമ്പോൾ 75 വയസ്സാവും. 1950 ആണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷമാണ് മോദി ജനിച്ചത്, 1950. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്യും 75 വയസ്സാവുമ്പോൾ എന്ന് കേജ്രിവാൾ ധരിച്ചു വശാകുകയാണ്. അത് കഴിഞ്ഞ് ആ പറയുന്നതിൻ്റെ പോഴത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്നത് അമിത്ഷാ ആയിരിക്കും എന്ന് കേജ്രിവാൾ ഉടനെ പറയുന്നുണ്ടല്ലോ. പിന്നെ യോഗി ആദിത്യനാഥിനെ ഒതുക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി പറയുന്നുണ്ടേ. ഇതിൻ്റെ അകത്ത് ഈ കേജ്രിവാൾ പറയുന്ന എല്ലാവരും RSSൻ്റെ കാര്യകർത്താക്കളാണ്. ഇത് കഴിഞ്ഞാലും ഞാൻ ഏറ്റവും വലിയ സേവകൻ ഇല്ലേ, ഞാനൊരു സേവകൻ എന്നേ മോദിയും പറയാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്. ഈ കേരളത്തിൽ നിന്ന് പോയൊരു മുതിർന്ന RSS സ്വയം സേവകൻ എന്നോട് പറയുകയുണ്ടായി. ഒരിക്കൽ മോദിയെ കാണാൻ ചെന്നു. പ്രധാനമന്ത്രി കസേരയിലിരുന്ന് അവർ കുറച്ചു നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് മോദി സ്വയം സേവകനോട് പറഞ്ഞു, ഇനി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ സ്വന്തമായ സ്ഥലത്തേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവർ അപ്പുറത്തേക്കുള്ള മുറിയിൽ പോയപ്പോൾ താഴെ ഒരു പായ വിരിച്ചിരിക്കുകയാണ്. ഒരു സ്റ്റൗവും ഒക്കെ ആയിട്ട് പാചകം ചെയ്ത് ഈ സാധാരണ മനുഷ്യനെ പോലെയാണ് ജീവിക്കുന്നത്. ഞെട്ടിപ്പോയി എന്ന് പറയുകയുണ്ടായി. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് 75 ഒന്നുമില്ല, മോദി സ്വയം ഈ സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം പണത്തിൻ്റെ പിന്നാലെയോ സ്ഥാനമാനങ്ങളുടെ പിന്നാലെയോ ഒന്നും നടക്കുന്ന ആളല്ല. അത് അദ്ദേഹം ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് RSS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം ഗുജറാത്തിലേക്ക് പോകാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത്. മുമ്പേ അടിയന്തരാവസ്ഥ കാലത്തുമൊക്കെ എൻ്റെ സുഹൃത്തായ R ബാലശങ്കറിൻ്റെ കൂടെയൊക്കെ അവിടെ ഗവേഷണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ അതുകൊണ്ട് അവരുമൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അദ്ദേഹം തന്നെ പൊക്കോളും. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അമിത്ഷാ ഉടനെ പ്രധാനമന്ത്രിയാവും അമിത്ഷാ ഉടനെ വ്യക്തമാക്കി, ഇല്ല അദ്ദേഹം തുടരും. അല്ല, ഈ കെജ്രിവാൾ പറയുന്നത് ഇത് മാറുന്നു, അടുത്ത അമിത്ഷായ്ക്ക് വേണ്ടിയിട്ട് കളം ഒരുക്കി കൊടുക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അമിത്ഷാ സ്വാഭാവികമായിട്ടും മറുപടിയായിട്ട് എത്തുമല്ലോ അല്ലേ? അതെ, മറുപടി പറയണമല്ലോ. അപ്പോൾ അമിത്ഷാ മാത്രമല്ല, അമിത്ഷാ എപ്പോഴും മോദിക്ക് വേണ്ടി സമർപ്പിത ജീവിതമാണ്. അവര് ഗുജറാത്തിലും അങ്ങനെയാണ്, വിശ്വസ്തനാണ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണല്ലോ അദ്ദേഹത്തിനെ. അദ്ദേഹമാണെങ്കിൽ അമിത്ഷായെ പറ്റിയൊന്നും ഇവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ഏതാണ്ട് 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഡൽഹിയിലൊക്കെ. പാർട്ടിക്ക് വേണ്ടിയും സംഘടനയ്ക്ക് വേണ്ടിയും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവരൊക്കെ അങ്ങനെ കരുതിയിട്ടുള്ളൂ. ജനസേവനത്തിന് വേണ്ടിയുള്ളതാണ് ജീവിതം എന്ന് കരുതിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇങ്ങേര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഷാ പിന്നെ വരും, മോദി
ഉണ്ടാവില്ല, പോവും. അതൊക്കെ തീരുമാനിക്കാനായിട്ട് അതിൽ വേറെ ആളുകളുണ്ട്. RSS എന്ന് പറഞ്ഞു വലിയ മഹത്തായൊരു സംഘടന അതിൻ്റെ പിന്നാലെ ഉണ്ട്. അതൊക്കെ പലതരം ആലോചനകളൊക്കെ അതിൻ്റെ പിന്നാലെ നടക്കും. മാത്രമല്ല, രണ്ടാം നിര നേതാക്കളെ എത്ര പേരെയാണ് മോദി വളർത്തിയിരിക്കുന്നത്? ശരിയല്ലേ? അതെ. അതിൽ നേതാക്കന്മാർക്ക് ക്ഷാമമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഈ യോഗി മാത്രമല്ല, അവര് പല സ്ഥലത്തും ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ആദ്യ ടേമിൽ MLA ആയ ആളുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെ അതെ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിൽ നിന്ന് 2 മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റും. അപ്പോൾ അതിനകത്ത് ഒരു കുത്തിത്തിരിപ്പിന്റെ ഒരു ലക്ഷണം കാണുന്നില്ലേ? എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ഒരു കുത്തിത്തിരിപ്പ് വെറുതെ ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ കേസ് ഒരുപാട് കണ്ടീഷൻസ് ഈ സുപ്രീം കോടതി വെച്ചിട്ടുണ്ട് ബെയിലിന്, ജാമ്യത്തിന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസിൻ്റെ വിഷയം സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കണം. ഈ കേജ്രിവാൾ ഇന്നലെ മറ്റേ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ മലയാളം ചാനലുകളിലാണ് ഇത് വലിയ വാർത്തയായിട്ട് ഞാൻ കണ്ടത്. ദേശീയ ചാനലുകളൊക്കെ അത് അവഗണിക്കുകയുണ്ടായേ, ആ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്നതുമൊക്കെ. ദേശീയ ചാനലുകൾ ഞാൻ അതിൻ്റെ കൂടെ നോക്കിയിരുന്നു, CNN, റിപ്പബ്ലിക്കും ഒക്കെ. ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. അവരവരുടേതായ പരിപാടികളുമായിട്ട് നടക്കുക ചെയ്തത്. അപ്പോൾ ഈ ജാമ്യത്തിൻ്റെ ഉപാധികളിൽ ഈ കേസിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുണ്ടല്ലോ. സത്യത്തിൽ അങ്ങനെ സ്ട്രിക്റ്റായ ഉപാധികൾ വെക്കുന്നത് തന്നെ ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നല്ല വിവരമുള്ള ഒരു പത്രപ്രവർത്തകൻ ഇത് എങ്ങനെയെങ്കിലും ഒരു വളച്ചു കെട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേപ്പറ്റി സംസാരിച്ചു എന്നൊക്കെ വരും. അപ്പോൾ രാഷ്ട്രീയക്കാരങ്ങനെ വളരെ സൂക്ഷിച്ചൊന്നും പറയുന്നവരല്ല, ഒന്നുമല്ല ചിലപ്പോഴൊക്കെ. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഭയങ്കര കേസായിട്ട് വരും. അതാണ് ജാമ്യം വരെ റദ്ദാക്കപ്പെടാം. ജാമ്യം റദ്ദാക്കാവുന്ന വിധത്തിലാണ് അത് പോവുക. അപ്പോൾ ഞാനിപ്പോൾ പല ഇംഗ്ലീഷ് ഓൺലൈനിലൊക്കെ ഞാൻ ഈ കാര്യം വായിച്ചിരുന്നു. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ അജണ്ട മാറ്റാൻ പറ്റുമോ രാഹുലിൻ്റെ സാന്നിധ്യത്തിൽ, അതാണ് നോക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞത് ഭയങ്കരമായ മണ്ടത്തരമാണ് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് കേജ്രിവാൾ പറഞ്ഞതിൻ്റെ അർത്ഥം? മോദി പോയാൽ ഷാവരെന്ന് പറഞ്ഞാലും BJP തുടരുന്നതാണല്ലോ. അതെ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നല്ലോ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ മോദി ജയിക്കും, പ്രധാനമന്ത്രിയാവുന്നല്ലേ ഈ പറഞ്ഞത്. പിന്നെ സീറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. അത് 400 എന്നുള്ളത്. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? ഞാൻ ആവർത്തിക്കട്ടെ, BJP ജയിക്കുന്നതാണ് പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞു വെച്ചത്. ഞങ്ങൾ ഇന്ത്യ മുന്നണി ജയിക്കുന്നല്ല അതിന്റെ അർത്ഥം. മറ്റേ അധികാരത്തിൽ മോദി വരും, അതിന്റെ ഇടയ്ക്ക് വെച്ചെങ്ങാനും അമിത്ഷാ വന്നേക്കാം. ഇതാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ സത്യത്തിൽ ഈ സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ് കേജ്രിവാൾ. അത് 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ. മാത്രമല്ല, ആ 4ാം ഘട്ടം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആന്ധ്രയും തെലങ്കാനയൊക്കെയാണ്. ആന്ധ്രയിലും തെലങ്കാനയും ഒക്കെ ഈ കേസിൽ പെട്ട കവിതയുടെ സ്ഥലമാണ്. കവിത ജയിലിൽ കിടക്കുക, കവിത മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെ വോട്ടർമാർക്ക് ഈ ഇതിലെന്ത് കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞതില്? ഇത് 2 ദിവസത്തേക്കല്ലേ നിലനിൽക്കാൻ നോക്കുള്ളൂ. ഇവിടുത്തെ കപട മതേതര മാധ്യമങ്ങൾക്ക് ഒരു വിഷയം കിട്ടി അവര് അത് പരത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 400 കിട്ടും എന്നതുകൊണ്ടാണ് കേജ്രിവാൾ ഇത് പറഞ്ഞത് എന്ന് അമിത്ഷാ പറഞ്ഞു. ഇത് ആശയക്കുഴപ്പമൊന്നും ഇതിൻ്റെ കാര്യത്തിലില്ല. BJPയുടെ ഭരണഘടനയിൽ 75 വയസ്സ് എന്നില്ല. ഷാ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. BJPയുടെ ഭരണഘടനയിൽ ഇല്ല. അത് അലിഖിതമായിട്ട് ചെയ്തതാണ് അന്ന്. ഇതിപ്പോൾ കേരളത്തിൽ 2-3 തവണ MLA-മാരായവർക്ക് ഇനി ഇളവ് കൊടുക്കില്ല എന്ന് CPM തീരുമാനിച്ചിട്ടല്ലേ ഐസക്കിനെയും G. സുധാകരനെയൊക്കെ എടുത്തു കളഞ്ഞത്. പിന്നെ KK ശൈലജ തുടർന്നില്ലേ, MLA ആയില്ലേ? ഇത് ഒന്നും സ്ട്രിക്റ്റ് അല്ലല്ലോ രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഷാ പറഞ്ഞു, മോദിയുടെ കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായത്, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ആഭ്യന്തര സുരക്ഷ ശക്തമായിരുന്നത് ആ ഘട്ടത്തിലാണ്. ഭീകരതയ്ക്കെതിരെ വലിയ പോരാട്ടം നടന്നത്, നക്സലിസത്തിനെതിരെ വലിയ പോരാട്ടം നടന്നത്, ഇതൊക്കെ ഈ കാലത്താണ്. മോദി ഒരു ചെറിയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ്.
ചായ വിൽക്കുന്ന ആളായിരുന്നു. പക്ഷേ ഈ കേജ്രിവാളൊക്കെ നിൽക്കുന്ന ഭാഗത്തോ കുടുംബാധിപത്യമാണ്. വായിൽ വെള്ളിക്കരണ്ടിയായിട്ടൊന്നുമല്ല മോദി ജനിച്ചത്. ഏത് ഈ ഇന്ത്യ മുന്നണിയിലുള്ള രാഹുൽ ഗാന്ധിക്കിട്ട് കുത്തിയതായിരിക്കും വന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കേജ്രിവാളിന് ഇടക്കാല ജാമ്യമേ കൊടുത്തിട്ടുള്ളൂ. കോടതി ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അയാളൊരു കുറ്റവാളിയും എന്ന് പറഞ്ഞാൽ കൂടുതൽ അങ്ങോട്ട് നിഗളിക്കണ്ട, അയാൾ കുറ്റവാളി തന്നെയാണ് എന്നുള്ളൊരു കുറ്റവാളി തന്നെയാണ്. കാരണം ജയിലിലേക്ക് 2-ാം തീയതി എന്തായാലും തിരിച്ചു പോകേണ്ട ഒരാളാണ്. മുഖ്യമന്ത്രിയും അല്ല, ആ ജോലിയൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ഡൽഹിയിലൊന്നും ഒരു രക്ഷയില്ലല്ലോ. ഞാൻ പറയാറുണ്ടല്ലോ, ഈ അവിടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ BJP ആയില്ലേ ഇപ്പൊ. അപ്പോ ആ നെറ്റ്വർക്കിംഗ് ഉണ്ടല്ലോ കോൺഗ്രസിന്റെ, അത് മുഴുവൻ BJPയിലേക്ക് പോയില്ലേ. ആ പ്രസിഡന്റ് അറിഞ്ഞൂടെ ഓരോരുത്തരും കോൺഗ്രസ് എങ്ങോട്ടാണ് എവിടെയാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആ 7 സീറ്റിന്റെ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഹരിയാനയിൽ എന്തായാലും മന്ത്രി സ്ഥാനം പോകാൻ പോകുന്നില്ല. കെജ്രിവാള് സ്ഥാനാർത്ഥിയുമല്ല. ഹരിയാനയിലാണെങ്കിൽ മറ്റേ അവിശ്വാസ പ്രമേയം ഒരെണ്ണം മാർച്ചിൽ അവതരിപ്പിച്ചതാണ്. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. 6 മാസത്തേക്ക് ആ മന്ത്രിസഭയ്ക്ക് ഒരു ഭീഷണിയും ഇല്ല. പിന്നെയുള്ളത് പഞ്ചാബ്. അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ കെജ്രിവാൾ ഇത്ര ഒരു മൗനവച്ച വർത്തമാനമായിട്ട് വരുന്നത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വോട്ടർമാരിൽ ഉണ്ടാക്കും തോന്നുന്നു? വോട്ടർമാരിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ഘട്ട വോട്ടെടുപ്പിൽ പ്രധാനമായിട്ടും വരുന്നത് ഇപ്പോൾ 96 സീറ്റിലേക്കാണ് നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന സ്ഥലങ്ങൾ ഈ ആന്ധ്ര, തെലങ്കാന, പിന്നെ ഒഡീഷയിലൊന്നും ഒരു രക്ഷയില്ല. BJP ഒക്കെ വളരെ ശക്തമായിട്ട് വരുന്ന കെജ്രിവാളിനൊക്കെ അവിടെയൊക്കെ എന്ത് വിലയാണെന്നേ. അവിടെയൊക്കെ ഒരു സീറ്റെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. മത്സരിക്കുന്നുണ്ടോ? ഇല്ല. തെലങ്കാനയിൽ മത്സരിക്കുന്നുണ്ടോ? ആന്ധ്രയിൽ മത്സരിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ സ്ഥലത്ത് ഹരിയാനയിലും പഞ്ചാബിലും ആണല്ലോ ഉള്ളത്. പഞ്ചാബ് വേറൊരു പ്രശ്നത്തിലേക്ക് വരാൻ പോവുകയാണ്. എന്താന്ന് വെച്ചാൽ അമൃതപാൽ സിംഗ് എന്ന് പറഞ്ഞ മറ്റേ സിഖ് ഫോർ ജസ്റ്റിസ്, ഇപ്പോൾ ദിബ്രുഗഡിൽ ആസാമിൽ ജയിലിൽ കിടക്കുന്ന പ്രതി, അങ്ങേരും ഇനി ചിലപ്പോൾ കോടതിയിൽ പോവും. കാരണം അദ്ദേഹം പത്രിക കൊടുത്തിട്ടുണ്ട്, സ്ഥാനാർത്ഥിയാ, ജയിലിൽ കിടക്കുന്ന ആള്. എനിക്കും പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പത്രിക സമർപ്പിക്കാൻ ആയിട്ട് ഒരാഴ്ചത്തെ ജാമ്യം വേണമെന്ന് കോടതിയിൽ വക്കീൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അസാധാരണമായ ഈ ജാമ്യം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ന്യായമായ അവസ്ഥയിലല്ല ഈ ഇറങ്ങിയിരിക്കുന്നത്, അന്യായമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ കേജ്രിവാളിനെതിരായ കൂടുതൽ കേസുകൾ വേണമെങ്കിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു വേറെ കേസില്. ഈ ഇറങ്ങിയ ഉടനെ ചെയ്തിട്ടില്ല, ഔദാര്യമാണ്. കാരണം CBI കേസുണ്ട്, അല്ലാത്ത കേസുകളുണ്ട്, NIA കേസുണ്ട്. മറ്റേ ഖലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് 134 കോടി മേടിച്ചതിന്റെ ഈ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്യാമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഔദാര്യം കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഔദാര്യം കാണിച്ചിട്ടുണ്ട്. 9 തവണ സമൻസ് കിട്ടിയിട്ട് വരാതിരുന്ന ആളല്ലേ. കോടതി ചോദിച്ചു എന്താണ് നിങ്ങൾ നേരത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നതെന്നോ. 9 തവണ സമൻസ് കൊടുത്തതല്ലേ, അത് ഔദാര്യമല്ലായിരുന്നു. അത് തന്നെ ജാമ്യം കിട്ടാതിരിക്കാനുള്ളൊരു ഗ്രൗണ്ടാണ്. പിന്നെ സെക്ഷൻ 19 PMLA ആക്ട് വെച്ചിട്ട് സെക്ഷൻ 19 കാര്യകാരണ സഹിതം പ്രതിക്ക് എഴുതി കൊടുത്തിരിക്കണം എന്നൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട്. അങ്ങനെ എഴുതി കൊടുത്തിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാമ്യം കൊടുക്കുന്നതെന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിൽ അത് ഖലിസ്ഥാൻ ഭീകരന്മാർക്കും ബാധകമാണോ എന്നുള്ള ഭീകരമായ ചോദ്യമാണ് നാളെ വരാൻ പോകുന്നത്. അതിന് കേജ്രിവാൾ എന്ത് ഉത്തരം പറയും? അതിന് ഉത്തരം പറയേണ്ട ഘട്ടത്തിലേക്കാണ് ഇന്നു മുതൽ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം അവിടെ സിമ്രൻജിത് സിംഗ് മാൻ നിൽക്കുന്നുണ്ട്. ഈ അമൃതപാൽ സിംഗ് ദിബ്രുഗഡിൽ ജയിലിൽ കിടക്കുന്ന ഒരാളുടെ ശിഷ്യൻ മത്സരിക്കാൻ പോകുന്നുണ്ട്. സിമ്രൻജിത് സിംഗ് മാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ബിയൻ സിംഗിന്റെ മകൻ അവിടെ സ്ഥാനാർത്ഥിയാണ്. ആ അമൃതപാൽ സിംഗിനെ സാധാരണഗതിയിൽ ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാം, സ്ഥാനാർത്ഥിയാകാം.
അല്ലാതെ ജാമ്യത്തിൻ്റെ കാര്യമൊന്നുമില്ല. വി ഹാവ് ഫെസിലിറ്റേറ്റഡ് ഇറ്റ് എന്ന് കോടതിയിൽ ഈ മറ്റേ മാനുണ്ടല്ലോ ഭഗവന്ത്, പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാൻ എന്ന്. ആ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഒരു കേസ് കോടതിയിൽ ഉണ്ടായിരുന്നു, ഭീകരന്മാരെയൊക്കെ ഈ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കുന്ന ഇതിനെതിരെ. അതിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ എന്തായാലും നമുക്കിപ്പോ BJP ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ കെജ്രിവാൾ ഇറങ്ങി. പക്ഷേ സെൽഫ് ഗോളാണത്, സെൽഫ് ഗോളാണ്. കാരണം അദ്ദേഹത്തിന്റെ ജാമ്യം കാരണം ഖലിസ്ഥാൻ ഭീകരന്മാർ 2 പേര് ജാമ്യം കോടതിയിൽ ചോദിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതിന് കേജ്രിവാൾ ഉത്തരം പറയണമെന്ന് ഇനി BJP പറയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു വലിയ ചർച്ചാ വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിലേക്ക് തുടരുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.